കുഞ്ഞാപ്പ മുഖ്യമന്ത്രിയാകുമെന്ന് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞതേ ഉള്ളൂ. അതിന് കൃത്യമായ കണക്കുകളുണ്ട്. കേരളത്തിൽ കുറച്ച് നാൾ കഴിഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്ത്യാനി എന്ന് പറയുന്ന സംഭവം ഉണ്ടാവില്ല. കാരണം ക്രിസ്ത്യാനികളിൽ കുറേ ആളുകളൊക്കെ ഇവിടെ നിന്ന് പലായനം ചെയ്തു പോയി. പുതിയ തലമുറയിൽപ്പെട്ട ആളുകളൊക്കെ ഒന്നുകിൽ വിദേശത്താണ്. പിന്നെ ക്രിസ്ത്യാനികളിൽ പിതാക്കന്മാരും മെത്രാന്മാരും ഒക്കെ പറഞ്ഞിട്ട് 3 മക്കളും 4 മക്കളും ഒക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സഭ ചെലവിന് തരുമെന്നൊക്കെ പറഞ്ഞിട്ടും ആളുകളൊന്നും മക്കളെ ഒന്നും ഉണ്ടാക്കുന്നില്ല. നമ്മൾ രണ്ട് നമുക്കൊന്ന് എന്ന പ്രമാണം പോലും അല്ല എന്നതുപോലും ആളുകൾ ആരും പാലിക്കുന്നില്ല എന്നാണ് ക്രിസ്ത്യാനികളിൽ പലരും പറഞ്ഞു നടക്കുന്നത്. മക്കളൊന്നും വേണ്ട. എന്നിട്ടെന്താണ് പലരും വിദേശത്താണ്. പല വീടുകളും കുമ്പനാട്ടൊക്കെ പല വീടുകളും പൂട്ടിയിട്ടയ്ക്കുകയാണ്. അതാണ് ക്രിസ്ത്യാനികളുടെ അവസ്ഥ. ഹിന്ദുക്കളുടെ അവസ്ഥ അത് തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഒരു സാംസ്കാരിക പ്രവർത്തകയുടെ അഭിമുഖം ശ്രദ്ധിച്ചു. വാർത്തകളിൽ നിറഞ്ഞിട്ടുണ്ട്. ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് ഹിന്ദുക്കളുടെ എണ്ണം കുറഞ്ഞു വരികയാണ്. ഏകദേശം 7.43% ഹിന്ദുക്കളുടെ ജനസംഖ്യ കുറഞ്ഞു. അതേ അവസരം ന്യൂനപക്ഷ സമുദായമായ മുസ്ലിങ്ങളുടെ എണ്ണത്തിൽ ജനസംഖ്യാ നിരക്കിൽ 43% വർധനവാണ് ഇന്ത്യയിലുണ്ടായത്. 43% വർധനവ്. കേരളത്തിലും അതുപോലെ തന്നെയാണ് വർധനവ്. മുസ്ലിം ജനസമൂഹത്തിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട്, ജനസംഖ്യാ വർധനവ് ഉണ്ടാകുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായത്തിൽ അങ്ങനെ ഇടിഞ്ഞിടിഞ്ഞ് പോവുകയാണ്. ജനസംഖ്യാ വർധനവ് ഉണ്ടാകുന്നില്ല, ഹിന്ദു സമൂഹത്തിലും വർധനവ് ഉണ്ടാകുന്നില്ല എന്നതാണ് ജനസംഖ്യാ നിരക്ക് കണക്ക്. ഈ കണക്കൊക്കെ സാദിഖ് അലി ശിഹാബ് തങ്ങൾ കൃത്യമായി പഠിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ മുസ്ലിം സമുദായത്തിലെ എല്ലാ രാഷ്ട്രീയ സംഘടനകളും തീവ്രവാദ സ്വഭാവമുള്ളവർ, ജമാഅത്ത് ഇസ്ലാമി, SDPI, അതുപോലെ തന്നെ മറ്റ് സംഘടനകൾ എല്ലാവരെയും സാദിഖ് അലി ശിഹാബ് തങ്ങൾ അവരുടെ കൊടിക്കീഴിൽ അവരുടെ ഒപ്പം നിർത്തിയിട്ടുണ്ട്. സമസ്തയുമായുള്ള പിണക്കം വരെ പരിഹരിച്ച് സമസ്തയെയും ഒരുമിച്ച് ചേർത്തിട്ടുണ്ട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ. എന്തിനാണ്? മുസ്ലിം ലീഗ് അല്ലെ ഒരു മുസ്ലിമും തോറ്റുപോകരുത്. ഇലക്ഷനിൽ നിന്നാൽ എല്ലാ മുസ്ലിമും ഏത് സംഘടനയിലാണോ മത്സരിക്കുന്നത്, ഏത് കൊടിയുടെ കീഴിലാണ് മുസ്ലിം നിൽക്കുന്നത്, ആ മുസ്ലിം വിജയിച്ചിരിക്കണം. എല്ലാ മുസ്ലിമുകളും ഇലക്ഷന് ജയിച്ചിരിക്കണം. ഇതാണ് അജണ്ട. അങ്ങനെ വിജയിച്ചു വരുമ്പോൾ അടുത്ത നിയമസഭയിൽ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ മുസ്ലിങ്ങളും ജയിക്കും. UDF നിൽക്കുന്ന മുസ്ലിങ്ങൾ മാത്രമല്ല, LDF നിൽക്കുന്ന മുസ്ലിങ്ങളും ജയിക്കും. ആ ജയത്തിൽ യാതൊരു തെറ്റുമില്ല. ഈ മുസ്ലിങ്ങളുടെ കൺസോൾട്ടേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ UDF കോൺഗ്രസ് നിഷ്പ്രഭമാകുമെന്നതിന് യാതൊരു തർക്കവുമില്ല. ഈ VD സതീശൻ്റെയൊക്കെ പോക്ക് ഇങ്ങനെയാണെങ്കിൽ നിഷ്പ്രഭമാകുമെന്നതിൽ തർക്കമില്ല. അതുകൊണ്ടാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് കുഞ്ഞാപ്പ മുഖ്യമന്ത്രിയാകും അല്ലെങ്കിൽ ഉപമുഖ്യമന്ത്രിയാകും. കുഞ്ഞാപ്പയുടെ മനസ്സിൽ ലഡു 1-2 എണ്ണമല്ല 4-5 എണ്ണം പൊട്ടി. ഇത് കേട്ടപ്പോൾ വേറെ കോൺഗ്രസ് നേതാക്കൾക്കാർക്കും ഇരിപ്പ് ഉറയ്ക്കാതെ വന്നില്ല. ആർക്കും പ്രശ്നവും വന്നില്ല. ആർക്കും നിക്കർ അഴിഞ്ഞു പോയതുമില്ല, ട്രൗസറിൽ കൂടെ മുള്ളിയതുമില്ല. VD സതീശന് ഒരു കുളുകുളുപ്പ് ഉണ്ടായി. VD സതീശൻ പറഞ്ഞു, അത് സാദിഖ് അലി ശിഹാബ് തങ്ങൾ വെറും ഒരു തമാശ പറഞ്ഞതാണ്. ഇതൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ഇനി മുഖ്യമന്ത്രിയാകുന്നെങ്കിൽ അത് ഞാൻ തന്നെയായിരിക്കും മുഖ്യമന്ത്രി. ഞാനാണ് ഇവിടുത്തെ അനിഷേധ്യ നേതാവ്. കാരണം അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ, മുഖ്യമന്ത്രിയാകാൻ കുപ്പായം തുന്നി നടക്കുന്നത് VD സതീശൻ മാത്രമാണ്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞപ്പോൾ കൊണ്ടത് VD സതീശന് മാത്രമാണ്. VD സതീശൻ മാത്രമാണ് കോൺഗ്രസിൽ മുഖ്യമന്ത്രി കുപ്പായവും തുന്നി നടക്കുന്നത്. സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് VD സതീശന് ഒട്ടും പിടിച്ചതുമില്ല. കൃത്യം കണക്കുകൾ നിരത്തിയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ അത് അവതരിപ്പിച്ചത് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും VD സതീശന് ഇല്ലാതെ പോയി. അല്ലെങ്കിൽ അത് മറികടക്കുന്നതിനുള്ള തന്ത്രം മെനഞ്ഞ് കൃത്യമായി പ്രവർത്തിക്കണം. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചാൽ മാത്രമേ കോൺഗ്രസിന് മേൽക്കൈ ലഭിക്കുകയുള്ളൂ എന്നതുപോലും തിരിച്ചറിയാതെയാണ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞത് വെറും തമാശയാണെന്നും കുഞ്ഞാലിക്കുട്ടിക്കൊന്നും മുഖ്യമന്ത്രിയാകാൻ കഴിയില്ലെന്നും ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുമാത്രമല്ല, മറ്റൊരു കാര്യം കൂടി VD സതീശൻ പറഞ്ഞ് സ്വയം കോമാളി ആവുകയും ചെയ്തു കഴിഞ്ഞ ദിവസം. എന്താണ് പറഞ്ഞത്? ആ തൃശ്ശൂരിലെ തോൽവിയുണ്ടല്ലോ, മുരളീധരൻ്റെ തോൽവി. KC ജോസഫ് പഠിച്ച ഒരു റിപ്പോർട്ടുണ്ടല്ലോ, ആ റിപ്പോർട്ടൊക്കെ അവിടെ KPCCയുടെ പരിഗണനയിലുണ്ട്. മുരളീധരൻ തോക്കുന്നതിന് വേറെയും കുറേ കാരണങ്ങളുണ്ട്, കുറേ അധികം കാരണങ്ങളുണ്ട്. അതൊക്കെ എനിക്കറിയാം, കൃത്യമായി അറിയാം. എന്തൊക്കെയാണ് കാരണങ്ങൾ? മുരളീധരൻ ഒന്നാമത് നിലവാരമില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു. അതാണ് VD സതീശൻ്റെ പ്രധാനപ്പെട്ട കണ്ടെത്തൽ. മുരളീധരൻ അവിടെ പിൻബലമില്ല. മുരളീധരനൊക്കെ കാലഹരണപ്പെട്ട നേതാക്കളാണ്. അതാണ് VD സതീശൻ്റെ കണ്ടെത്തൽ. പുതിയ നേതാക്കൾ വരട്ടെ. മുരളീധരനൊന്നും വിലയില്ല. ആ വിലയില്ലാത്ത നിലവാരമില്ലാത്ത സ്ഥാനാർത്ഥികളെ കൊണ്ടു നിർത്തിയാൽ തോറ്റുപോകും. ആ തരത്തിലാണ് VD സതീശൻ്റെ പ്രതികരണം. പിന്നെ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റിപ്പോർട്ട്, ആ റിപ്പോർട്ടൊന്നും റിപ്പോർട്ടേ അല്ല. അതിനൊക്കെ മറുപടി പറയേണ്ടത് KPCC അധ്യക്ഷനാണ്. ഈ തരത്തിലാണ് ഉരുളയ്ക്ക് ഉപ്പേരി പോലെ മറുപടിയല്ല, പോലെയുള്ള മറുപടിയല്ല പറയുന്നത്. അരി എത്രയെന്ന് കേൾക്കുമ്പോൾ പയർ അഞ്ഞാഴി എന്ന് പറയുന്നത് പോലെയാണ് VD സതീശൻ്റെ മറുപടികൾ. ഇത് എന്തിൻ്റെ പോക്കാണ്? പ്രതിപക്ഷ നേതാവ് എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ എടുത്തു ചാടുന്നത് എന്നൊന്നും ആർക്കും മനസ്സിലാവില്ല. മുമ്പ് പറഞ്ഞു കേട്ടിട്ടില്ല ഒരു പഴഞ്ചൊല്ല്,
എന്താണ് കൊഞ്ചു ചാടിയാൽ ചട്ടിയോളം എന്ന് പറഞ്ഞു കേട്ടിട്ടില്ല. അതുപോലെയാണ് വി ഡി സതീശൻ്റെ എടുത്തുചാട്ടങ്ങൾ. താനാണ് അഭിനവ നേതാവ്, താനാണ് മുഖ്യമന്ത്രി എന്ന തരത്തിലാണ് പോക്ക്. ഈ പോക്ക് എത്രത്തോളം കോൺഗ്രസിനെ അധപ്പതനത്തിലേക്ക് നയിക്കുന്നുവെന്ന് ഇനിയും വി ഡി സതീശൻ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ അതീവ സങ്കടമുള്ളത് കോൺഗ്രസ്സുകാർക്ക് മാത്രമല്ല, കേരളത്തിലെ ഭരണം മാറണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോ ജനാധിപത്യ വിശ്വാസികൾക്ക് കൂടിയാണ്.